മദീനത്ത് പോയി പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? പറയട്ടെ, പേരോട് ശരിക്ക് എഴുതി വെച്ചോ പേരോടെ. ഞാൻ പറഞ്ഞ അതേ വാചകം ഇവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ക്ലിപ്പിൽ കേൾപ്പിച്ച അതേ വാചകം ഞാൻ മദീനയിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. മദീനയിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ്. അവിടെയും ഇവിടെയും ഇരുന്ന് നിങ്ങളെപ്പോലെ സ്വകാര്യ റൂമെന്നല്ല, അവിടെ പോയിട്ട് മദീനയിലെ അവിടുത്തെ ഔദ്യോഗികമായ ഭരണകൂടത്തിന്റെ സമ്മത പത്രത്തോടെ പ്രസംഗിക്കാൻ തയ്യാറാണ്. മദീനയിൽ അത് കേൾക്കാൻ വരാൻ പേരോട് തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുന്നു, വരണം. എന്നാ വരുന്നത് ഡേറ്റ് അറിയിക്കണം. മദീനത്തുനിന്ന് പ്രസംഗിക്കോ? എവിടുന്നും പ്രസംഗിക്കും. മദീനയിൽ നിന്ന് പ്രസംഗിക്കും, ഔദ്യോഗികമായി തന്നെ പ്രസംഗിക്കും. പ്രസംഗിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അവിടെയുള്ള ഉലമായിന്റെ ഫത്വ തന്നെ അതല്ലേ? ജാറം അത് അനിസ്ലാമികമാണ്. കൃത്യമായവർ. ഞാൻ എന്താ ഇവിടെ പറഞ്ഞത്? ഞാൻ മദീനത്തെ ജാറത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ ക്ലിപ്പിലിട്ട് കാണിച്ച മാതിരി മദീനത്തെ പള്ളി ഇങ്ങനെ കാണിക്കുക, മദീനത്തെ പള്ളി ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് ആ ജാറം ജൂതന്റേതാണ് എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ വാചകം എന്താ? നിങ്ങൾ എന്നെ കേൾപ്പിച്ചല്ലോ. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും എന്ന് നിങ്ങളവിടെ മുറിച്ചുകൊണ്ട് പറഞ്ഞു. അതേ വാചകം ഞാൻ മദീനത്തുനിന്ന് പ്രസംഗിക്കാം ഇൻഷാ അല്ലാഹ്. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും കുമ്മായമിടലും അതിന്മേൽ ഇങ്ങനെ പൂമൂടലും വിളക്ക് കൊളുത്തലും അവിടെ തവാഫ് ചെയ്യലും അതുമായി നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാണെന്ന് മദീനയിൽ വെച്ച് പ്രസംഗിക്കാൻ പേരോടിനെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? അതല്ലേ കേൾക്കേണ്ടത്, അതല്ലേ കാണേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. മദീനയിൽ എവിടെ ആ ജാറം? മദീനയിൽ ജാറുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന ഒരു ഖുബ്ബ, ഞാൻ പറഞ്ഞില്ലേ, അത് ആരുണ്ടാക്കിയതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഞങ്ങളുടെ നേതാവ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ കരളിന്റെ കഷ്ണം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പുന്നാര നേതാവ് അവിടെയാണ് ഖബറുള്ളത്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുണ്ട്. അതെന്തേ പൊതു മഖ്ബറയിലാവാതെ ആ വീട്ടിന്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അതേ റൂമിൽ തന്നെ ആ ഖബർ എങ്ങനെ വന്നു എന്ന് തെളിവിന്റെ വെളിച്ചത്തിൽ ഇവിടെ വെച്ച് പലവരും പറഞ്ഞതാണല്ലോ. പിന്നെ അന്ന് കാലത്താണ് അത് പുറത്തു നിന്ന് പള്ളിക്കകത്തേക്ക് മാറ്റിയതെന്നും അതുപോലെ തന്നെ അവിടെ കുബ്ബയെന്നുണ്ടാക്കി എന്നുമൊക്കെ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പറയും പോലെയുള്ള ഒരു ജാറം മദീനയിലില്ല കേട്ടോ. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ആ നിലക്കുള്ള ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ? വെബ്സൈറ്റിൽ നിങ്ങൾ ചില ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ? എവിടെ പോയി? അത് വെബ്സൈറ്റിൽ നിന്നും നിങ്ങളും പിൻവലിച്ചോ? പലരും പിൻവലിച്ചില്ലേ? എത്ര ജാറങ്ങളാണ് നിങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടാക്കി കൊടുത്തത്? ഞങ്ങളുടെ നേതാവിന്റെ ഖബർ എങ്ങനെയായിരുന്നു? അതെത്ര ഉയരമായിരുന്നു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒക്കെ എത്ര ഉയരമാണ് ഉണ്ടായിരുന്നതെന്ന് അക്കാലത്തത് കണ്ട മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടവരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും ഒരു ചാൺ ഉയരത്തിലാണ് ഞങ്ങൾ അതിനെ കണ്ടത് എന്ന് കൃത്യമായി ആ തെളിവും കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒറിജിനൽ ഖബർ അവിടെ നിങ്ങൾ പറയുന്ന ഈ ജാറൊന്നും അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ മറമാടപ്പെട്ടിട്ടുള്ള ശറഫാക്കപ്പെട്ട ആ ഖബർ അതെങ്ങനെയാണ് ഞങ്ങൾക്കറിയാം. നിങ്ങൾ കണ്ടുണോ മൗലവി? ചോദിക്കണ്ട. കണ്ടവര് പറയുന്നത് പറഞ്ഞിട്ട് അത് കേട്ടവര് എഴുതി വെച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ആരാത് കണ്ടവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബിമാര്, ആ സഹാബിമാരിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ റളിയല്ലാഹു അൻഹും, ആ മഹത്തുക്കളാ ഞങ്ങളോട് പറഞ്ഞത്. എന്താ അവര് പറഞ്ഞതെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഒറിജിനൽ രൂപം കേട്ടോളൂ.
അബൂദാവൂദ് അവിടുത്തെ സഹീഹില്ലതാ സഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുകയാണ്. ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നബി തങ്ങളുടെ ഭാര്യ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്ന കാലത്തതാ ഖാസിം റളിയല്ലാഹു അൻഹു കയറി ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ ഉമ്മ, ഓ ഉമ്മ, ഇക്ഷിഫീ ലീ അൻ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബൈഹി റളിയല്ലാഹു അൻഹുമാ. ഇതിനേക്കാൾ ആധികാരികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ആദ്യകാല രൂപം പറയാൻ ആർക്കാ കഴിയുക? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൊണ്ടിരുന്ന ദിവസത്തിലല്ലേ വഫാത്ത് നടന്നത്. അതുകൊണ്ടല്ലേ അവിടുത്തെ ഖബർ ആയിഷ ഉമ്മ ബീവിയുടെ വീട്ടിന്റെ അകത്തെ റൂമിലാകാനും കാരണം അതല്ലേ. അങ്ങനെ അവിടെയാണ് ഖബറുള്ളത് എന്നതുകൊണ്ട് ഒരാൾക്ക് ഖബറിങ്കലേക്കാണ് കയറണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, റൂമാണ്, പെർമിഷൻ കിട്ടണ്ടേ, ഉമ്മയുടെ പെർമിഷൻ വേണ്ടേ. അതുകൊണ്ടതാ ഖാസിം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെന്നിട്ട്, ഉമ്മാ, എനിക്ക് നബി തങ്ങളുടെ ഖബറൊന്ന് കാണിച്ചു തരൂ. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവരുടെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ, അവരുടെ രണ്ടാളുടെയും ഖബറും ഒന്ന് കാണിച്ചു തരൂ. ഫകശഫത് ലീ അൻ സലാസതി ഖുബൂർ ലാ മുശ്രിഫത്തിൻ വലാ ലാത്തിയത്തിൻ മബ്തൂഹത്തിൻ ബിബത്വാഹൽ അർസത്തിൽ ഹംറാ. അതായത് വിശദീകരണം വഴിയേ വരുന്നുണ്ട്. എനിക്ക് ഉമ്മ 3 ഖബറുകളും അങ്ങ് കാണിച്ചു തന്നു. കണ്ട ഈ വ്യക്തി പറയുന്നത് എന്താണ്? അതങ്ങ് ഉയർത്തപ്പെട്ടിട്ടില്ല, എന്നാൽ ഭൂമിയോടിങ്ങനെ സമനിരപ്പിലുമാക്കിയിട്ടില്ല. അതായത് ലാ മുർത്തഫിയത്തൻ കസീറ, വളരെ ഉയർന്ന നിലക്കല്ല, ഭൂമിയിൽ അങ്ങനെ പറ്റിക്കിടക്കുന്ന നിലക്കുമല്ല. അങ്ങനെ ഉയർന്ന നിലക്കല്ല എന്ന് പറയുമ്പോ എത്ര ഉയരമുണ്ട്, എത്രയായിരിക്കും ഉയരം എന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറ്റു റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ ഈ ഹദീസുകളെ പറ്റി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചറിഞ്ഞുകൊണ്ടവർ എഴുതിയെടുത്തുമൊക്കെ അവര് പറയുന്നുണ്ട്, അത് ഞങ്ങൾ കണ്ട നേരത്ത് ഖദറ ശിബിരിൻ, ഭൂമിയിൽ നിന്ന് 1 ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്, 1 ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്. മുത്ത് മുസ്തഫയുടെ ഖബറിനെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഖബറിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കണ്ട ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ചിന്തിച്ചു നോക്കൂ, ഇതിനേക്കാൾ ഒരു ആധികാരികമായ രേഖ ഖബർ കണ്ട മഹാന്മാര് പറഞ്ഞു തരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കോലമുണ്ടാക്കിയിട്ട് അതിന്മേലിങ്ങനെ പുതപ്പും പുതപ്പിച്ചിട്ട് വലിയ വിളക്കും കത്തിച്ചിട്ട് നെറ്റിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പരസ്യം കൊടുത്താൽ അത് ഒറിജിനൽ ഖബറാകുമോ മുസ്ലിമേ? അത് ഒറിജിനൽ ഞങ്ങളെ നേതാവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമാകുമോ? ഇല്ല കേട്ടോ, അത് സമ്മതിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അവിടുത്തെ ഖബർ കണ്ട ആ കാലത്തെ ആളുകൾ ഉമ്മ തന്നെ കാണിച്ചു കൊടുത്തപ്പോ സഹാബിമാരിൽ നിന്ന് ദീന് പഠിച്ച താബീങ്ങൾ അവരത് കണ്ടത് രേഖപ്പെടുത്തി പോയി. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇമാം നവവി തന്നെ എന്താ പറഞ്ഞത്? ഇന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കസീറാ വലാ യുസന്നമു ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ വയുസത്തഹു വഹദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു. സുന്നത്ത് എന്താണ്? ഖബറിന്റെ എന്താ സുന്നത്ത്? ഭൂമിയിൽ നിന്ന് അത് വല്ലാതെ ഉയർത്താൻ പാടില്ല, മുകൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് നിർത്താനും പാടില്ല, മറിച്ച് അങ്ങനെ ഉയർത്തപ്പെടണം. എത്രയാണ് ഉയർത്തപ്പെടേണ്ടത്? നഹ്വ ശിബിരിൻ, നഹ്വ ശിബിരിൻ, 1 ചാണാണ് ഉയർത്തപ്പെടേണ്ടത്. എന്നിട്ട് മുകൾ ഭാഗം കൂർപ്പിച്ച് നിർത്താതെ ഒന്ന് കൈക്കോട്ട് കൊണ്ടോ മറ്റോ ഒന്നിങ്ങനെ ഒന്ന് പരത്തി ഒന്നിങ്ങോട്ട് വടിച്ച് നിർത്തുന്ന നിലക്ക് അങ്ങനെ മുസത്തഹായി നിർത്തുന്നതാണ്, അതാണ് വേണ്ടത്. വഹദാ മദ്ഹബു ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഇതാണ് കൂട്ടരേ. വമൻ വാഫഖഹു, അദ്ദേഹത്തോട് യോജിച്ചവരുടെയും അഭിപ്രായം ഇതാണ് കേട്ടോ. ഇത് നവവി ഇമാം അവിടുത്തെ ശറഹ് മുസ്ലിമിൽ എഴുതുന്നില്ലേ? ഷാഫി ഇമാം തന്നെയും പറയുന്നത് എന്താണ്?
മക്കയിലെ ഭരണാധികാരികളെ ഞാൻ കണ്ടു. യഅ്മുറൂന ബിഹദ്മി മാ യുബ്നാ, കെട്ടിടങ്ങളെ, ഖബറിന്റെ മീതെയുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താ? ഹദീസിൽ തന്നെ ഇല്ലേ, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു പൊങ്ങി നിൽക്കുന്ന ഖബറുകളെയും നിങ്ങൾ നിരപ്പാക്കാതെ വിടരുത്. പക്ഷെ നിങ്ങളിന്റെ പ്രസംഗം കേൾക്കൂല്ലോ, നിങ്ങൾ കേൾക്കോ? എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേക്കാണ് സലഫിക്ക് മറുപടി, എന്താ പയ്യ ഉഷാറ് പോയോ, ഇപ്പൊ എന്താ ബാനറൊന്നും ഇല്ലാത്ത? പെട്ടെന്നല്ല മറുപടി, നിങ്ങൾ ഉടനെ പറയലല്ലേ. നിങ്ങൾക്ക് കേസറ്റ് ഒന്നും കേൾക്കട്ടെ, നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് നേരത്തെ വിവരം നേരത്തെ അങ്ങോട്ട് തയ്യാറാക്കി വെക്കുക. അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, മദീനയിൽ ചൂണ്ടിയിട്ട് നിങ്ങൾ വികാരമിളക്കിയിടാക്കാൻ നോക്കേണ്ടതില്ല. അതിന്റെ ചരിത്രങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ സ്വഹാബത്താണ് ഇത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ താബീയങ്ങളാണ് ഉണ്ടാക്കിയത്, താബീയങ്ങളാണ് ഉണ്ടാക്കിയത്, ഇമാമിയങ്ങളാണ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഏത് നൂറ്റാണ്ടിൽ ആരുണ്ടാക്കി ആ കുബ്ബ എന്ന് കൃത്യമായി ഇവിടെ വെച്ച് തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾ ചിലയിടത്തൊക്കെ നിങ്ങളുടെ ചില ആളുകൾ കമ്പനി എഴുതിയിട്ടുണ്ട് അത് സ്വഹാബത്തിന്റെ കാലത്ത് തന്നെയുണ്ട് എന്ന്. ശുദ്ധകളമാണത്, തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അത് എന്നുണ്ടായി എന്ന കൊല്ലം വർഷമൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. അപ്പോ മദീനത്ത് പോയിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ? മൗലൈമാര് ചേച്ചട്ടി എന്ന് പറഞ്ഞാൽ പോരാ, സർവ്വസ്ഥലത്തൊന്നും പ്രസംഗിക്കും മൗലൈമാരെ എന്ന് പറഞ്ഞിട്ട് മൗലൈമാരുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ടായില്ല, ഉള്ളത് പറഞ്ഞാൽ മതി. നിങ്ങളോട്